അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തുകൊണ്ട് കാന്തപുരം വെറുക്കപ്പെടുന്നു? കാന്തപുരത്തിനെ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു? ഇത് ഞാനിപ്പോൾ പറയുന്നത് ഇ.കെ. വിഭാഗത്തിലുള്ള സുന്നത്ത് ജമാഅത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രവർത്തകരോടും നേതാക്കളോടുമാണ്. കാന്തപുരം ഉസ്താദിനെ എതിർക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും അവരുടെ അനിയൻ ഇ.കെ. ഹസ്സൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദും ഇവരൊക്കെ ഒന്നിച്ചായിരുന്നു. പണ്ഡിതന്മാരെല്ലാം ഒന്നിച്ചായിരുന്നു. അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. കാന്തപുരം എ.പി. ഉസ്താദ് സമസ്തയിലേക്ക് വന്നതിന് ശേഷമാണ് സമസ്ത ഒരു വലിയ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. SYS-ലൂടെ ജനങ്ങളിൽ അറിയപ്പെടാൻ തുടങ്ങി. നിഷ്കളങ്കരായ നല്ലവരായ പണ്ഡിതന്മാർ, എൻ്റെ ഉസ്താദ് വന്യരായ ആനക്കര കോയക്കുട്ടി ഉസ്താദ്, KC ജമാലുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു, അതുപോലെ MM ബഷീർ മുസ്ലിയാർ, CH ഐദ്രോസ് മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ, അള്ളാഹു അവർക്കൊക്കെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. പക്ഷെ അവരൊക്കെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ, ചാപ്പനങ്ങാടി ഉസ്താദാണ് ബഹുമാനപ്പെട്ടവരെ രംഗത്തേക്ക് കൊണ്ടുവരാനും ശംസുൽ ഉലമയാണ് അവരെ കൊണ്ടുവന്നതും എല്ലാം നമുക്കറിയാം. വന്നതിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനലക്ഷങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ജനങ്ങൾ അറിയാൻ തുടങ്ങി. ചർച്ചകൾ പലതും വരാൻ തുടങ്ങി. 1978 പരസ്യമായി, അത് മുമ്പ് ശംസുൽ ഉലമ നല്ലോണം ലീഗിനെ എതിർക്കുമായിരുന്നു. കാരണം ലീഗിൻ്റെ ചില നയങ്ങൾ, വഹാബികൾ ലീഗിനുള്ളിലൂടെ ശ്രമിച്ച പല വിഷയങ്ങളും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തുറന്ന് പറയുമായിരുന്നു. മുതലക്കുളത്ത് മുതലയും കുളവും ഇല്ലാത്തതുപോലെ ലീഗിൽ ഇസ്ലാമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. അത് ലീഗുകാർക്ക് പലവർക്കും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരെയും തെറ്റിപ്പിക്കാൻ കുറേ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. 1978 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലപ്പുറത്ത് നടന്ന ഒരു വലിയ സമ്മേളനം. എല്ലാ നേതാക്കൂട്ടുമൽ ഉസ്താദും ഇ.കെ. ഉസ്താദും MM ബഷീർ മുസ്ലിയാർ തുടങ്ങി KT മാനു മുസ്ലിയാർ, വലിയ വലിയ നേതാക്കളായ അവരെല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ ചന്ദ്രിക എന്ന പത്രം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അഗ്നി എന്ന സിനിമയെക്കുറിച്ചുള്ള പരസ്യം, അഫർ ഐത്തുമുന്നാറുല്ലത്തി തൂറൂൻ എന്ന വാക്യ സൂറത്തിലുള്ള ആയത്തെടുത്തുകൊണ്ട് അഗ്നി എന്ന സിനിമ നിങ്ങൾ കാണുന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പരസ്യം കൊടുത്തപ്പോൾ, ചന്ദ്രിക എന്ന സമുദായത്തിൻ്റെ പത്രത്തിലാണിത് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ശക്തമായി അതിനെതിരെ ആ പത്രം എടുത്തു കാണിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അന്ന് ജനങ്ങൾ എ.പി. ഉസ്താദിൻ്റെ പ്രസംഗം ലാസ്റ്റേ വെക്കുള്ളൂ, കാരണം ജനങ്ങൾ പോകുമെന്നതുകൊണ്ട്. അപ്പോൾ എ.പി. ഉസ്താദ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും തക്ബീർ ചൊല്ലി എല്ലാവരും ആവേശത്തോടെ ആ പ്രസംഗം കേട്ടപ്പോൾ അന്നത്തെ കുറേ സുന്നികൾ, അന്ന് അഖിലേന്ത്യാ ലീഗ് എന്ന് പറഞ്ഞ വിമത ലീഗ് എന്ന് പറയുന്ന ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, M.K. ഹാജി, ഇവരെല്ലാവരും കൂടി നമ്മളെ E.T. മുഹമ്മദ് ബഷീർ സാഹിബ്, ഇവരൊക്കെ അഖിലേന്ത്യാ ലീഗിലാണ്. അഖിലേന്ത്യാ ലീഗിലേക്ക് കുറേ ആളുകൾ അതിൻ്റെ പിറ്റേന്ന് രാജിവെച്ചു. ആ ലീഗ് ടൈംസ് എന്ന പത്രത്തിൽ ഒരുപാട് ആളുകൾ രാജിവെച്ച വാർത്തകൾ വന്നപ്പോൾ പല ആളുകൾക്കും ഭയങ്കര ചൊടിയായി, ദേഷ്യമായി. കാന്തപുരത്തെയും ഇ.കെനെ എ.പിനെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ അന്ന് ശ്രമം തുടങ്ങിയതാണ്. ഇത് പറയണത് ഇ.കെ. വിഭാഗത്തിലുള്ള ഇപ്പോഴത്തെ യുവ നേതൃത്വത്തോടാണ്. അവരാണ് ഇതൊക്കെ അറിയേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി അരീക്കാട് പള്ളിക്കാശ് കാന്തപുരം കട്ടു അമുക്കി എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം മോശമായ നിലയിൽ സമ്മേളനം വരെ വെച്ചിട്ടുണ്ട് അരീക്കാട്. ഞാൻ ആ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. തോണ്ടി ഹാജി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെ വിളിക്കൽ തന്നെ അങ്ങനെയാണ്, ഞാൻ കുറ്റപ്പെടുത്തിയല്ല. എല്ലാവരും അദ്ദേഹത്തെ വിളിക്കൽ തോണ്ടി ഹാജി എന്ന്. അയാളും പ്രസംഗിച്ചാൽ ഞാൻ തോണ്ടി ഹാജിയാണെന്ന്.
അതുകൊണ്ടൊരു ദൈവത്തായിട്ട് പറയല്ല കേട്ടോ. തോണ്ടിഹാജി എന്ന വ്യക്തി അതിനെതിരെ ശക്തമായി പ്രസംഗിച്ച് മുണ്ടോളി ഐദർ ഹാജിയുടെ ആവശ്യപ്രകാരം കുലൈബി വന്നപ്പോൾ ഈ പള്ളിക്കൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കുലൈബി മനസ്സിൽ വെക്കുകയും ഗൾഫിൽ ചെന്നപ്പോൾ AP ഉസ്താദിൻ്റെ കയ്യിൽ വേറെയും കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് എത്തിയമായ കുട്ടീനെ കെട്ടിക്കണ പല കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് 5 ലക്ഷം രൂപ കാന്തപുരത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അന വക്കീലുലാം, നീ എൻ്റെ വിശ്വസ്തനായ വക്കീലാണെന്നും പറഞ്ഞ് എല്ലാവരും ചോദിച്ചവർക്കൊക്കെ കൊടുത്തേക്കെന്ന് പറഞ്ഞു. അതിൽ 3 ലക്ഷം രൂപ അരീക്കാടിക്ക് കൊടുക്കുകയും 2 ലക്ഷം രൂപ മറ്റുള്ള പറഞ്ഞവർക്കൊക്കെ കൂടെ വീതിച്ചു കൊടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത് അല്ലാഹു മർക്കദഹു അവർ ഗൾഫിൽ ചെന്നപ്പോൾ കുലൈബിനോട് ഈ ചെന്നിട്ട് ഇങ്ങനെ അരീക്കാട് പള്ളിയുടെ കാശിനെ കുറിച്ച് ചോദിച്ചു, കിട്ടണം എന്ന് പറഞ്ഞ് അവർ ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഞാൻ ഷെയ്ഖ് അബൂബക്കറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 5 ലക്ഷം ഞാൻ ഷെയ്ഖ് അബൂബക്കറിനെ ഏൽപ്പിച്ചു. കാരണം കുലൈബിക്ക് ഇവിടെ പണ്ഡിതന്മാരമ്മയുള്ള വിന്നിപ്പൊന്നും അറിയില്ലല്ലോ. അപ്പോൾ KK ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു 5 ലക്ഷം കൊടുത്തിട്ടുണ്ട് APൻ്റെ അടുത്ത്. അപ്പോൾ 3 ലക്ഷം ഇവിടെ കിട്ടിയിട്ടുള്ളല്ലോ. അപ്പോൾ 2 ലക്ഷം കമുക്കി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടികളും കോലാഹലങ്ങളും. അതിൻ്റെ പിന്നാലെ എല്ലാവരും കാന്തപുരത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടങ്ങി. പിന്നെ വെറുക്കപ്പെട്ട പെണ്ണ് തൊട്ടതൊക്കെ കുറ്റം എന്ന നിലക്ക് പിന്നെ അങ്ങോട്ട് തുടങ്ങി എല്ലാറ്റിലും എതിർപ്പ്. എത്രത്തോളം നിരവധി ഏഷണി, ഭീഷണി, പരദൂഷണ, ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്തിട്ടാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് രംഗത്ത് വന്നത്. ഒരുപാട് പ്രശ്നം. ക്രൈം മാസികയിൽ ഒരു പെണ്ണ് ഇത് കാന്തപുരത്തിൻ്റെ കുട്ടിയാണ് എന്ന് വരെ പറഞ്ഞ് അത്രമാത്രം, ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല, എത്രമാത്രം വളരെ മോശമായ നിലയിൽ പോലും കാന്തപുരത്തിനെ അപഹസിക്കാനുള്ളൊരവസ്ഥ സൃഷ്ടിക്കുകയും അതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെയും AP ഉസ്താദിനെയും തമ്മിൽ തെറ്റിക്കാൻ രഹസ്യമായ ചില സംഭവങ്ങളെ പറയണില്ല, അതിനുള്ള ശ്രമങ്ങളും നടത്തി. EK ഹസൻ മുസ്ലിയാർ അതിൻ്റെ ഇടയിൽ വഫാത്താവും ചെയ്തല്ലോ. അതങ്ങനെ വളർന്ന് വന്നു. അവസാനം 1989 അതിന് മുമ്പേ ഉണ്ട്, രണ്ട് ഭാഗോട്ടും അങ്ങും ഭയങ്കര ശത്രുതയുണ്ട്. ഒരു ഭാഗത്ത് പണ്ഡിതന്മാർ ലീഗിൻ്റെ കൂടെ, മറ്റു ഭാഗത്ത് AP ഉസ്താദിൻ്റെ കൂടെ. AP ഉസ്താദിനെ സഹായിക്കാനും വേണ്ടതൊക്കെ ചെയ്യാനും അഖിലേന്ത്യാ ലീഗ് എല്ലാം ഉണ്ട്, അങ്ങനെ നടക്കുകയാണ്. അതേ സമയത്ത് ശക്തമായി അതിനെതിരെ പോരാടാൻ കാന്തപുര ഉസ്താദ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. സത്യം തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ അത് ചർച്ചകളായി, പ്രസംഗത്തിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് പ്രശ്നം. ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നുയർന്ന് വരികയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. ഇത് മനസ്സിലാക്കണം. അതിനു വേണ്ടി ഒരുപാട് കരുക്കൾ നീക്കിയിട്ടുണ്ട് ബാഹ്യശക്തികൾ, സംശയമൊന്നുമില്ല. വഹാബികൾക്കാണെങ്കിലോ അതിലേറെ വെറുപ്പാണ്. കാരണം അവരെ അടിത്തറ കടപുഴക്കി എറിഞ്ഞത് കാന്തപുരമാണ്. അതുകൊണ്ട് വഹാബികൾക്കും വെറുപ്പുണ്ട്. വഹാബികളിൽ ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വഹാബികൾ ഇതിൻ്റെ പിന്നിൽ കരുക്കൾ നീക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഷജറകളോടൊക്കെ കാണിക്കുന്ന വിഷയങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു നേർരേഖ ഇപ്പോൾ അവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാന്തപുര ഉസ്താദും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം സുന്നത്ത് ജമാഅത്തിനെ ഒന്നാമതായി കാണുകയും രാഷ്ട്രീയത്തെ രണ്ടാമതായി കാണുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവും. രാഷ്ട്രീയം മുന്നിലും അത് കഴിഞ്ഞിട്ടുള്ള ദീനുമാണെങ്കിൽ അവർക്കിത് മനസ്സിലാവില്ല. അവരിതിനെതിരെ ശക്തമായി എതിർക്കു വരും. ഏതായിരുന്നാലും അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ ഒരുമിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.